ശ്രീ സജീവൻ, ഇന്ന് 2 വാർത്താ സമ്മേളനങ്ങളും അങ്ങ് കണ്ടിരിക്കുമല്ലോ. കഴിഞ്ഞ കുറച്ച് ദിവസമായി ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുന്നുണ്ട്. ഇതിൽ ജലീൽ ഉയർത്തിയ ആരോപണങ്ങൾ എത്രത്തോളം ഗൗരവത്തിലുള്ളതാണെന്നാണ് അങ്ങ് കരുതുന്നത്? പകരം ഇന്ന് ഫിറോസ് നൽകിയ മറുപടി അത് കൃത്യമായ മറുപടിയായി അങ്ങ് കാണുന്നുണ്ട്? ഒന്നാമത്തെ പ്രശ്നം, ജലീൽ ഉയർത്തിയിട്ടുള്ള പ്രശ്നങ്ങളെ നമ്മൾ ലഘൂകരിച്ച് കണ്ടിട്ട് കാര്യമില്ല. പൊതുപ്രവർത്തകർക്കെതിരെ ഉണ്ടാവുന്ന ആരോപണങ്ങൾ അത് നേരത്തെ ഷാഫി ചാലിയം പറഞ്ഞ പോലെ അതെന്തിനാണ്, ജലീലിന് എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞ് തള്ളിക്കളയാനും പറ്റില്ല. കാരണം ഏത് പൊതുപ്രവർത്തകനും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കുടുംബവും ഒക്കെ ഇത്തരത്തിൽ അക്കൗണ്ടബിളാണ്. തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ന്യായമാണ്, അതൊരിക്കൽ പോലും സമൂഹത്തെ കബളിപ്പിക്കുന്ന രൂപത്തിലല്ല, അല്ലെങ്കിൽ എല്ലാം തെറ്റായ മാർഗത്തിലല്ല എന്ന് തെളിയിച്ചു കൊടുക്കേണ്ട ചുമതല, അല്ലെങ്കിൽ അത് പറയേണ്ട ചുമതല ആ പൊതുപ്രവർത്തകനുണ്ട്. ആരോപണങ്ങൾ ഒരു പക്ഷേ പറയുന്ന രൂപത്തിൽ ജലീൽ പറയുന്നതിൽ അടിസ്ഥാനരഹിതമായിട്ട് ഉള്ള കാര്യങ്ങളായിരിക്കാം എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. കാരണം ജലീൽ ആരോപണങ്ങൾ ഉന്നയിച്ചു എന്നുള്ളൂ. പക്ഷേ അതിൻ്റെ ഗൗരവം എനിക്ക് ബോധ്യപ്പെട്ടത്, ഇപ്പോൾ ഇവിടെ ഷാഫി പറഞ്ഞ പോലെ ഒരു ഗ്രില്ല് കട തുടങ്ങിയതിൻ്റെ അതൊന്നുമല്ല പ്രശ്നം. ഇവിടെ 2-3 കാര്യങ്ങൾ അദ്ദേഹം കത്തുവയുടെ കാര്യത്തിലും മറ്റും ഉന്നാവ കത്തുവ കാര്യത്തിലുള്ള പണം തട്ടിപ്പ് നടത്തിയതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അത് എങ്ങനെയാണ് എന്താണ് എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത തീർച്ചയായിട്ടും ഫിറോസിനുണ്ട്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഇവിടെ അഭിഭാഷകനായിട്ടുള്ള ഒരാൾ, അതായത് ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആ പ്രൊഫഷൻ അല്ലാതെ മറ്റൊരു പ്രൊഫഷൻ ചെയ്യാൻ പാടില്ല. ഇപ്പം ഞാൻ അഭിഭാഷകനായിട്ട് എൻറോൾ ചെയ്യാൻ വിചാരിച്ച ആളാണ്. പക്ഷേ എനിക്ക് പറ്റാത്തൊരു കാര്യം ഉണ്ടായിരുന്നത് ഞാൻ പത്രപ്രവർത്തകനായതുകൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് 2 പ്രൊഫഷൻ ഒരേ സമയത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് മുഴുവൻ സമയ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വിദേശത്ത് ഒരു ജോലിയിലുണ്ടാവുന്നത്? നമുക്കറിയാം, വെറുതെ സാധാരണ രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ, ഇപ്പോൾ ഓൺലൈനിൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്ന പണിയാണോ? നമുക്ക് അത് അങ്ങനെ. അതിനാണെങ്കിൽ 5.5 ലക്ഷം രൂപ എങ്ങനെയാണ് അദ്ദേഹത്തിന് പ്രതിഫലം കിട്ടുന്നത്? 5.25 ലക്ഷം രൂപ പ്രതിഫലം കിട്ടുന്നത് തെറ്റാണെന്ന് നമ്മൾ പറയില്ല. പക്ഷേ ആ 5.25 ലക്ഷം പ്രതിഫലം എന്ന് പറയുന്നത് വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയായിരിക്കണം. അപ്പം അങ്ങനെയുള്ള ജോലിക്ക് ഇവിടെ ഒരു മുഴുവൻ സമയവും ഇവിടെ പ്രവർത്തിക്കേണ്ട പ്രൊഫഷണലായിട്ടുള്ള ഒരാൾക്ക് അങ്ങനെ പറ്റുമോ എന്നൊരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, അദ്ദേഹം ഇവിടെ പൂർണ്ണമായിട്ടും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുണ്ട്. യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ PK ഫിറോസ് ഇവിടെ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുണ്ട്. ഇപ്പോൾ ഷാഫി പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന് ദിവസം 2000 രൂപ പെട്രോൾ അടിക്കാനായിട്ട് വേണമെന്ന് പറയുമ്പോൾ അദ്ദേഹം ഇവിടെ നിരന്തരം യാത്ര ചെയ്യുകയും പ്രസംഗിക്കുകയും പാർട്ടി പ്രവർത്തനം നടത്തുകയും ചെയ്യുന്ന ആളാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് അവിടെ ബിസിനസ് എന്താണ് എന്നറിയാൻ സാധാരണഗതിയിൽ ആർക്കും രാഷ്ട്രീയക്കാർക്ക് ബിസിനസ് ചെയ്യാം. രാഷ്ട്രീയക്കാരൻ ബിസിനസ് ചെയ്യുന്നത് പാടില്ല എന്നാരും പറയുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഒരു എനിക്ക് തോന്നിയൊരു സംശയം, ജലീൽ ഉന്നയിച്ച കാര്യങ്ങളിൽ ഇതാണ്. ഒന്ന്, ഇവിടെ ഒരു പ്രൊഫഷൻ ഉണ്ടായിരിക്കെ അവിടെ ഇങ്ങനെ ഉണ്ടാവുന്നു. അവിടെ നിന്ന് എന്ത് ജോലിയിലാണ് അദ്ദേഹത്തിന് ഇത്രയും തുക കിട്ടുന്നത്? അദ്ദേഹം അവിടെ ഒരു സെയിൽസുമായി ബന്ധപ്പെട്ട എന്തോ ആണെന്ന് പറയുന്നു. സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട സെയിൽസ് മാനേജർ ആണെങ്കിലും സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ആണെങ്കിലും ഒക്കെ അത് കുറച്ച് നന്നായിട്ട് പ്രവർത്തിക്കേണ്ട, ഫീൽഡിൽ ഇറങ്ങി പണിയെടുക്കേണ്ട ഒന്നാണ്. അങ്ങനെയാണോ അദ്ദേഹത്തിന് 5.25 ലക്ഷം കിട്ടുന്നത്? അതാണെങ്കിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ മതി. സാധാരണ ഇതിലിപ്പോൾ ഒരു വ്യക്തിക്ക്, ഇപ്പോൾ പൊതുപ്രവർത്തനം ഒന്നും ഇല്ലാത്തൊരു വ്യക്തിക്ക് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അത് IT ഡിപ്പാർട്ട്മെൻറ്റിനെയോ അല്ലെങ്കിൽ ED വന്നിട്ട് EDയോ ഒക്കെ കാണിച്ചാൽ മതി. ഇവിടെ അതല്ല. പൊതുപ്രവർത്തകൻ്റെ പ്രവർത്തനം കൃത്യമായിട്ടും ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ നമ്മൾ മുഖ്യമന്ത്രിയുടെ മകൾക്ക് 5 ലക്ഷം രൂപ CMRൽ നിന്ന് കിട്ടിയത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് നമ്മൾ നിരന്തരം ചർച്ച നടത്തില്ല. ഇപ്പോഴും ചർച്ചയായിട്ട് വരുന്നുണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ. അതൊക്കെ വരുന്നത് സ്വാഭാവികമായിട്ടും ഇക്കാര്യം കൊണ്ടാണ്. കാരണം ഒരു പൊതുപ്രവർത്തകൻ്റെ കുടുംബത്തിൽപ്പെട്ടയാളാണ്. അവർ സത്യത്തിൽ പൊതുപ്രവർത്തനം നടത്തുന്ന ആളൊന്നുമല്ല. പക്ഷേ ഒരു പൊതുപ്രവർത്തകൻ്റെ കുടുംബത്തിന് ഇങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അത് അഴിമതിയുടെ ഭാഗമാണോ അല്ലയോ എന്നറിയാനുള്ള സ്വാഭാവികമായിട്ടുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. അതാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന പ്രശ്നം. രണ്ടാമത് ജലീൽ ഉയർത്തിയിട്ടുള്ള ഒരു കാര്യം ഈ ധോത്തി പ്രശ്നമാണ്. ധോത്തി ചാലഞ്ചുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ്. അത് അദ്ദേഹം പറയുന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. രാംരാജ് എത്ര തുകയ്ക്കാണ് മുണ്ട് വാങ്ങി കൊടുത്തിട്ടുള്ളത്, അതിന് ബില്ല് എത്രയാണെന്ന് അറിയില്ല. ജലീലും പറയുന്നൊരു കാര്യം, ഇത് 600 രൂപയ്ക്കാണ് ധോത്തി ചാലഞ്ച് നടത്തിയിട്ടുള്ളത്. ഒരു മുണ്ടിന് 600 രൂപ വെച്ചാണ്. 200 രൂപയ്ക്ക് കിട്ടുന്ന ഒരു സംഗതി ഇത്രയും രൂപയ്ക്ക് കൊടുത്തു. അതിൽ വെട്ടിപ്പുണ്ട് എന്നാണ്. വെട്ടിപ്പുണ്ടോ ഇല്ലോ എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് നമുക്കറിയില്ല.
എന്തായാലും അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം അത് വളരെ പ്രസക്തമായി തോന്നുന്നു. നിങ്ങൾ വാങ്ങിയ രാംരാജിൽ നിന്നും നിങ്ങൾ വാങ്ങിയ മുണ്ട് വാങ്ങിയതിൻ്റെ ബില്ലുണ്ടാവുമല്ലോ, ആ ബില്ല് നിങ്ങൾ ജനങ്ങളെ കാണിക്കൂ എന്നാണ്. ജലീലിനെ കാണിക്കുന്നത് അദ്ദേഹം പറയുന്നില്ല, ജനങ്ങളെ കാണിക്കൂ. ഇത് സ്വാഭാവികമായിട്ട് ഏത് പൊതുപ്രവർത്തകനെതിരെയും ഉയർന്നു വരാവുന്ന കാര്യം. കാരണം പൊതുപ്രവർത്തകൻ്റെ ഓരോ ദിവസത്തെ പ്രവർത്തനവും ഓഡിറ്റ് ചെയ്യപ്പെടും, സമൂഹ മധ്യത്തിൽ ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് തെറ്റായിട്ടുള്ള കാര്യങ്ങളുണ്ടോ ഇല്ലയോ എന്ന് അറിയുക. നമുക്ക് ഞാനിപ്പോൾ ഇതിൽ ഫിറോസ് എന്തെങ്കിലും തട്ടിപ്പ് നടത്തിയെന്നോ അദ്ദേഹം തെറ്റായ രൂപത്തിൽ പണം സമ്പാദിച്ചു എന്നോ എനിക്ക് പറയാൻ പറ്റില്ല. ഇതിൻ്റെ ഒരു തെളിവും എനിക്കില്ല. പിന്നെ ഷാഫി ചാലിയം പറയുന്ന പോലെ അവിടെ ഇതേ പ്രശ്നമുണ്ട്. ഷാഫി ചാലിയം പറയുന്ന പോലെ മലയാളം സർവകലാശാലയ്ക്ക് അല്ലെങ്കിൽ ഫിറോസ് ആരോപിച്ച പോലെ മലയാളം സർവകലാശാലയ്ക്ക് ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ട വെട്ടിപ്പുണ്ട് എങ്കിൽ അത് പുറത്തു വരുമെന്ന് പേടിച്ചിട്ടാണ് ജലീൽ ചെയ്യുന്നതെങ്കിൽ പുറത്ത് കൊണ്ടുവരണം. അങ്ങനെ ദിവസത്തിനുള്ളിൽ അതിന്റെ തെളിവുകൾ പുറത്തു വരും എന്നാണ് പി കെ ഫിറോസ് പറഞ്ഞത്. ശ്രീ എസ് സജീവൻ, അങ്ങനെ തെളിവുകൾ കൊണ്ടുവന്നിട്ടാണല്ലോ നേരത്തെ ജലീലിന്റെ രാജിയിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായത്. അപ്പോൾ കാര്യങ്ങൾ കൃത്യമായി തെളിവ് സഹിതം കൊണ്ടുവരുന്ന ഒരു ശൈലി പി കെ ഫിറോസിനുണ്ട്. അതിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന ഒരു ശത്രുതയാണോ ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ നിന്ന് സ്വാഭാവികമായ ഒരു സംശയമായി വരുന്നുണ്ട്. അതിനെ അങ്ങ് എങ്ങനെ കാണുന്നു? അല്ല, ആ സംശയം സ്വാഭാവികമാണ്. പക്ഷെ ആ സംശയത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഇപ്പോഴത്തെ നമുക്കറിയാമല്ലോ, ഇപ്പം ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അത് പി കെ ഫിറോസ് ആണെങ്കിൽ അത് പിന്നാലെ പോയിട്ട് തെളിവുകളുമായിട്ട് വന്നിട്ടുള്ളത്. അത് അങ്ങനെ അതേപോലെ ഈ മലയാളം സർവകലാശാല ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അഴിമതി ഉണ്ട് എങ്കിൽ അതിൻ്റെ തെളിവുകൾ കിട്ടാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടുമെങ്കിൽ അത് പുറത്ത് കൊണ്ടുവരുന്നതിന് തടയാൻ വേറൊരു ആരോപണത്തിന് കഴിയില്ലല്ലോ. ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് ഫിറോസ് പിന്നെ ധോത്തി ചാലഞ്ചിൽ ഇത്ര വെട്ടിപ്പെടുത്തി, ഉന്നാവോ കത്തോ ഇതിലെത്ര വെട്ടിപ്പെടുത്തി, അല്ലെങ്കിൽ ഈ വിദേശത്തെ ജോലിയുടെ കാര്യത്തിൽ നടത്തി, അല്ലെങ്കിൽ ഗ്രില്ല് റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നതിൽ ഇത്ര വെട്ടിപ്പെടുത്തി എന്നൊക്കെ പറയുമ്പോൾ അതുകൊണ്ട് മാത്രം ഇത് ഇല്ലാതാവില്ലല്ലോ. സ്വാഭാവികമായിട്ടും അത് ജനങ്ങളുടെ മുമ്പിലെത്തും. ജനങ്ങളുടെ രണ്ട് തൂക്കി നോക്കുമല്ലോ. അല്ലെങ്കിൽ കോടതി നിയമത്തിൻ്റെ മുമ്പിൽ ഇതെല്ലാം വരുമ്പോൾ പൊതുരംഗത്ത് വരുമ്പോൾ അത് തെളിയിക്കപ്പെടേണ്ടത് ആരുടെ ആ ഭാഗത്താണ് ശരിയെന്നുള്ളതായിരിക്കുമല്ലോ. അപ്പം അതുകൊണ്ട് അത് ഒതുക്കാൻ വേണ്ടിയിട്ട്, അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു എന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. അങ്ങനെ ജലീൽ ചെയ്താൽ സ്വാഭാവികമായിട്ടും നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പം എനിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചാൽ എൻ്റെ കയ്യിലുള്ളതിനേക്കാൾ കൂടുതൽ തെളിവുകൾ തേടിയിട്ട് അത് മറ്റാൾക്കെതിരെ കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിക്കുക. അപ്പോൾ അതുകൊണ്ട് അതൊരു കാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്തായാലും ഇവർ തമ്മിലുള്ള ഇരിപ്പുവശം നമുക്കറിയാം. എത്രയോ കാലമായിട്ട് കടുത്ത ശത്രുതയിലുള്ള ആളുകളാണ്. അവർ പരസ്പരം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ രണ്ടും ശരിയോ തെറ്റോ നമുക്കറിയില്ല. എന്തായാലും ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ അത് ഓരോന്നും ഇതാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത ജലീലിനാണെങ്കിലും ഉണ്ട്, ഫിറോസിനാണെങ്കിലും ഉണ്ട്. തീർച്ചയായും ഇതിനുള്ള മറുപടിയാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.